ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ എന്തോ ഇപ്പം കാണുന്നത്, ഇവിടെ തിരഞ്ഞെവിടെ ഇപ്പോൾ വരാൻ പോകുന്നു, എല്ലാവിധ വൃത്തികേടുകളും അരങ്ങേറുന്ന നമ്മൾ കാണുന്നത് ഒരു ധാരാളം. അപ്പോൾ അതിനകത്ത് ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല, നാളെ കാണുന്നവനെ മറ്റന്നാൾ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആ സിനിമ ഡയലോഗില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല, നാളെ കാണുന്നവനെ മറ്റന്നാൾ കാണുന്നില്ല എന്നൊക്കെ പറയും. എളുപ്പമാണ് പറയാൻ. എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണോ ഈ രാഷ്ട്രീയത്തിലുള്ളത്? പക്ഷെ നേരെ മറിച്ച് അതിൽ പലരും സംബന്ധിച്ചിടത്തോളം നമുക്കത് ശരിയായി ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഉദാഹരണമായിട്ട് നമ്മുടെ ജി സുധാകരൻ, അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ വളരെ അഴിമതി രഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ച ഒരു മനുഷ്യൻ, അഴിമതി രഹിതമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാൾ, വളരെ നല്ല രീതിയിൽ പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ടുനടന്ന ആൾ. അദ്ദേഹത്തിനെ ആ പാർട്ടി ചവച്ചു തുപ്പിയപ്പോൾ, വേറെ കുറേ കൊള്ളാത്ത ഏറാമൂളികൾ അദ്ദേഹത്തിനെ എടുത്തെറിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ പ്രതികരിച്ചപ്പോഴാണ് വളരെ ബിലേറ്റഡാണ്, വളരെ താമസിച്ചാണ് പ്രതികരിച്ചത്. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് UDF പിന്തുണ കൊടുത്തു. അതിനകത്ത് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. കാരണം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശരിയായ കാഴ്ചപ്പാടാണ്. കൊള്ളാവുന്ന ഒരു മനുഷ്യനെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ അവർ പിന്തുണയ്ക്കുന്നു. UDFിലേക്കോ കോൺഗ്രസിലേക്കോ അദ്ദേഹം വന്നിട്ടല്ല ഈ ചെയ്യുന്നത്, അത് ചെയ്തു. അതേപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം, പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിലുണ്ടായ മൂല്യച്യുതികളെക്കുറിച്ചും രക്തസാക്ഷി ഫണ്ട്, അതായത് കൊല്ലപ്പെട്ട ആളിന് വേണ്ടി പിരിച്ച പണം ഉണ്ടല്ലോ, ആ കണ്ണീരും ചോരയും കളയുന്നത്, അത് വാരി തിന്നവനെതിരെയൊക്കെ അദ്ദേഹം പ്രതികരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അദ്ദേഹം അവിടെ അതായത് ഈ അഴിമതി നടത്തി എന്ന് അദ്ദേഹം ആരോപിക്കുന്ന തെളിവ് സഹിതം അദ്ദേഹം കൊടുത്തേക്കുന്ന ആ കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്ന ആളിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്നു MLA ആയിട്ട് വീണ്ടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വേറെ ആരാണെങ്കിലും ഞാൻ മത്സരിക്കത്തില്ല, പക്ഷേ ഇയാളായതുകൊണ്ട് ഞാൻ മത്സരിക്കും. അവിടെ അയാൾക്ക് UDF സപ്പോർട്ട് കൊടുക്കുന്നു. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ജി സുധാകരന് കൊടുത്തതുപോലെ തന്നെയാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം. ഇനി അടുത്തത് TK ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. ശരിയായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അതായത് ഒരുപാട് പേരെ ചവിട്ടി തയ്ച്ചതിന് ശേഷം TK ശ്യാമളെ MV ഗോവിന്ദൻ്റെ ഭാര്യയെ അവിടെ മത്സരിക്കാൻ കൊണ്ടുവരുന്നു. അപ്പോൾ അത് നിർബന്ധമായിട്ട് തളിപ്പറമ്പിൽ അവർ മത്സരിച്ചാലേ പറ്റൂ. അതിനുവേണ്ടിയുള്ള കരുക്കളെല്ലാം ഒതുക്കി കുടുംബവാഴ്ചയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ അയാളുടെ ഭാര്യയെ കൊണ്ടുവന്ന് അവിടെ പ്രതീക്ഷിക്കുന്നു. അയാളല്ലെങ്കിൽ അയാളുടെ കുടുംബവാഴ്ച അത് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു TK ഗോവിന്ദൻ പ്രതികരിച്ചു. TK ഗോവിന്ദൻ രാജിവെച്ചു, അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹം അവിടെ തളിപ്പറമ്പിൽ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിക്കുന്നു, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തിനും UDF സപ്പോർട്ട് കൊടുക്കുന്നു. ഇതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം രാഷ്ട്രീയമായിട്ടുള്ള ശരിയാണത്. അതേപോലെ തന്നെയാണ് ഈ ഇവിടുന്ന് പോയേക്കുന്നവരുടെ കാര്യവും അതൊക്കെ തന്നെ. ഇവിടുന്ന് പോയേക്കുന്നവരും അവരും സപ്പോർട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതായത് ഇപ്പോൾ തന്നെ സരിൻ എന്ന് പറയുന്ന ഒരു വളരെ നല്ലൊരു യുവ നേതാവ് ഉണ്ടായിരുന്നു. അയാളുടെ മേലിൽ പ്രതീക്ഷിക്കാനായിട്ട് ഷാഫിയാണ് യഥാർത്ഥത്തിൽ പിടിച്ചുകൊണ്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് പെണ്ണുപിടിയനെ കൊണ്ടുവന്ന് നിർത്തിയത്. ഏതായാലും ശരി, അതോടുകൂടി സരിൻ അത് വളരെ ഖിന്നനായി. ഉടനെ സരിൻ പെട്ടെന്ന് സരിനെ നേരെ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തു. അതിന് കുഴപ്പമൊന്നുമില്ല. അത് അയാൾ റിട്ടയർ ചെയ്തതോ അയാൾ രാജിവെച്ചോന്നല്ല, അയാൾക്ക് കിട്ടേണ്ട സീറ്റാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തപ്പോൾ അതിൻ്റെ എതിർപ്പ് അയാൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം അയാളെ പെട്ടെന്ന് CPMലേക്ക് കയറ്റി CPM സ്ഥാനാർത്ഥിയാക്കി അങ്ങ് മാറ്റി. ഇപ്പം സരിൻ എവിടാണ്? നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. സരിൻ എങ്ങുമില്ല. ഇപ്പം സരിൻ ഒരു സ്ഥലത്തുമില്ല. ഇനി സരിൻ ഒരു രാഷ്ട്രീയ ഭാവിയുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം ഇത് അവർക്ക് ചെയ്യാം, പക്ഷേ ഇവർ ചെയ്യുമ്പോൾ പ്രശ്നമാണ്. പിന്നെ ഇവർ ചെയ്യുന്ന നിരീതി ഇതൊക്കെ ശരി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാരണം ഇപ്പം നടക്കുന്ന കളികൾ, നാടകങ്ങൾ, എന്തുമാത്രം വൃത്തികെട്ട നാടകങ്ങൾ അരങ്ങേറുന്നത്. ഞാൻ പണ്ട് തന്നെ പറഞ്ഞു, അതായത് ഈ പുനലൂരെന്ന് പറയുന്ന ആ നിയോജക മണ്ഡലം യഥാർത്ഥത്തിൽ അവിടെ ആകെ ഉള്ളത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് CPIയുടെ മണ്ഡലമായിട്ട് പറയുന്നു. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ CPI ജയിക്കുന്നത് CPMൻ്റെ വോട്ട് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നുമല്ല. അപ്പം ആ ജയമോഹൻ എന്നൊക്കെ പറയുന്ന അവിടുത്തെ ഏറ്റവും നല്ല
മിടുക്കനായ CPM-ൻ്റെ പ്രവർത്തകനാണ്. അയാൾ പിന്നെ അങ്ങ് കൊല്ലത്തേക്ക് ചേക്കാറാനിടയായി. അതൊക്കെ ഈ അടുത്ത കാലത്താണ്. ഇപ്പോൾ കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കുവാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റിലാണ് ജയമോഹൻ മത്സരിക്കുന്നത്. കാരണം അവിടെ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് വളരെ ഈ അനുകൂലമായ ഒരു സാഹചര്യം ആ മണ്ഡലത്തിലുണ്ട്. ഇനി പുനലൂരിൻ്റെ കാര്യം പറഞ്ഞാൽ പുനലൂർ ഒരു കാര്യമില്ലാതെ മുസ്ലിം ലീഗിന് കൊടുത്തേക്കാണ്. എന്തിനാണെന്നറിയോ? അവിടെ ആ സീറ്റ് നിന്ന് തോക്കാൻ വേണ്ടി കുറേ നാളായിട്ട് നിന്ന് തോക്കുന്നുണ്ട്. അതായത് ഏണിയും കൊണ്ട് വന്ന് അവിടെ വന്ന് നിന്ന് എത്ര പേരാ തോറ്റുപോയി അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട്. അത് ഒരിക്കൽ പുനലൂർ മധു മത്സരിച്ച് ജയിച്ച കാലം കഴിഞ്ഞതിന് ശേഷം മൊത്തം കാലത്തും അവിടെ ഇപ്പം ലീഗിന് സീറ്റ് കൊടുത്തേക്കുക. എന്തിനാ ലീഗിന് സീറ്റ് കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അവിടെ ലീഗാരൊന്നും ഇല്ല. അവിടെ മുസ്ലിം ലീഗിന് അണികളൊന്നും ഉള്ള സ്ഥലമല്ല. അവിടെ ഉള്ള ആളുകൾ ആ രീതി ചിന്തിക്കുന്നവരുമല്ല. അവിടെ ഉള്ള നല്ല നേതാക്കൾ അവിടെ വേറെയുണ്ട്. കോൺഗ്രസ്സിലുണ്ട് നല്ല നേതാക്കൾ. ഇപ്പോൾ അവിടെ പൊട്ടിപ്പുറപ്പെട്ടേക്കുന്ന ലഹള എന്ന് പറയുന്നത് ഭാരതീപുരം ശശി തുറന്നു വിട്ടേക്കുന്ന ഭൂതം ചെറുതല്ല. ഭാരതപുരം ശശി എന്ന് പറയുന്നത് അവിടെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് മത്സരിച്ചിട്ടുണ്ടെങ്കിലും ജയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ വലിയൊരു നേതാവാണ് കോൺഗ്രസിൻ്റെ. ഇന്ന് വരെയും കോൺഗ്രസ് ഇന്ന് പോകാതെന്നേക്കാണ്. ഇപ്പോൾ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹം ഇന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ പുനലൂർ എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിന് കയറേണ്ട സീറ്റാണ്. ആ കോൺഗ്രസിൻ്റെ സീറ്റ് ആണ് എടുത്ത് മുസ്ലിം ലീഗിന് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എന്നാൽ ഇടയ്ക്കൊരു സംസാരം ഉണ്ടായി ഈ ചടയമംഗലത്തേക്ക് കൊടുക്കാൻ. ചടയമംഗലം ഒന്ന് വെച്ച് മാറാനായിട്ട് ചടയമംഗലം മുസ്ലിം ലീഗിന് കൊടുത്തുകൊണ്ട് ഈ പുനലൂർ കോൺഗ്രസ് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ചർച്ച വന്നു. ചർച്ച വന്നപ്പോൾ എന്തറിയോ? അതിനങ്ങ് ഒപ്പോസ് ചെയ്തേക്കാണ്. വേണ്ട ചടയമംഗലം വിടാൻ. ചടയമംഗലത്ത് എന്താ കാര്യം എന്നറിയോ? ചടയമംഗലത്ത് വേറൊരു വലിയ കള്ളനെന്നറിയപ്പെട്ട ഒരാളുണ്ട്. അതായത് INTUC-യുടെ ഒരു നമ്മുടെ അഖിലേന്ത്യാ നേതാവ് കണ്ടാണ്. അഖിലേന്ത്യാ നേതാവ് ഏത് നേതാവെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലിരുന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി അത് ഹൈക്കോടതി വരെ തീരുമാനിച്ച് CBIക്ക് കേസ് വിട്ട് CBI കുറ്റപത്രം കൊടുത്ത ആൾ. CBI കുറ്റപത്രം കൊടുത്ത ആൾക്ക് കഴിഞ്ഞ 5 വർഷം മുമ്പ് കൊടുത്ത കുറ്റപത്രത്തിന് ഇതുവരെ സാങ്ഷൻ കൊടുക്കത്തില്ല ഗവൺമെൻറ്. ഏത് പിണറായിയുടെ ഗവൺമെൻറ് കൊടുക്കത്തില്ല ഇയാളെ പിന്നെ വിചാരണ ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അങ്ങനെയുള്ളവന് സീറ്റ് കൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ്. അതിനുവേണ്ടിയാണ് ചടയമംഗലം പിടിച്ചു വെക്കേണ്ടത്. അതുകൊണ്ട് ചടയമംഗലം പിടിച്ചു വെച്ച് പുനലൂർ എടുക്കണ്ട. പുനലൂർ വീണ്ടും ലീഗ് നിന്ന് തോക്കാൻ വേണ്ടിയുള്ള ഒരു സീറ്റാണ്. ലീഗിന് അവിടെ ആരുമില്ല. അവിടെ മത്സരിച്ചാൽ ജയിക്കത്തുമില്ല. ലീഗ് എന്താണുള്ള പേരിൽ മത്സരിച്ചാൽ അവിടെ ജയിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എന്താണെന്നറിയാം? അപ്പോൾ അവിടെ പറഞ്ഞത്, അവിടെ എൻ്റെയൊക്കെ യഥാർത്ഥ സുഹൃത്തുമാണ്, വളരെ അടുപ്പമുള്ള, വളരെ വർഷങ്ങൾ കൊണ്ട് ഉള്ള അടുപ്പമുള്ള സെബാസ്റ്റ്യൻ നെൽസൺ. അവിടുത്തെ ഒരു വലിയ നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാവാണ്. ഒരുപാട് ഔദ്യോഗിക പദവികളിൽ അദ്ദേഹം അവിടെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഒരുപാട് നാൾ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ആയിട്ടിരുന്നിട്ടുണ്ട്. ഇപ്പോൾ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവാണ് നെൽസൺ. സെബാസ്റ്റ്യൻ നെൽസൻ്റെ അമ്മ, ആ ടീച്ചർ, ഇതൊരു അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ജെനുവിനായിട്ടുള്ള ക്ലെയിമാണ്. അയാളെ അവിടെ സെബാസ്റ്റ്യൻ നെൽസൺ എന്ന് തിരിച്ചു പറഞ്ഞ നെൽസൺ സെബാസ്റ്റ്യനാണ്. നെൽസൺ സെബാസ്റ്റ്യനെ അവിടെ മത്സരിപ്പിക്കും. വിമത സ്ഥാനാർത്ഥിയായിട്ട്, കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കും എന്നാണ് ഭാരതീപുരം ശശി ഇന്ന് വിളിച്ചു പറഞ്ഞത്. യഥാർത്ഥത്തിൽ അല്ലാതെ ഇപ്പോൾ നെൽസൺ വിമതനായിട്ട് മത്സരിച്ചാലും അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ അതിലും കൂടുതൽ വോട്ട് നെൽസൺ പിടിക്കും. ഒരു സംശയമില്ല എനിക്ക് ആ കാര്യത്തിൽ. അപ്പോൾ അവിടെ എതിർഭാഗം സ്ഥാനാർത്ഥിക്ക് ഒരു കേക്ക് വാക്കായിരിക്കും ഇതേ സംഭവിക്കുന്നത്. നെൽസന് ഇവിടെ ഈ UDF സപ്പോർട്ട് കൊടുക്കാതെ നെൽസൺ ജയിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നെൽസൺ ഒരുപാട് വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ കഴിയും കൂടുതൽ വോട്ട് പിടിക്കും. അതിന് സംശയമൊന്നും വേണ്ട. ഏതായാലും ഒരു വളരെ തെറ്റായ തീരുമാനമാണ് UDF എടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന പിന്നെ ഇത് മാത്രമല്ല. ഇനി ഞാൻ പറയാൻ കാരണം, PK ശശിക്ക് ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന PK ശശിക്ക് സപ്പോർട്ട് കൊടുക്കാൻ പോയി. ഞാൻ മറ്റ് 3 പേരുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് അവരുടെ ഒരു രീതിയല്ല. PK ശശി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അലിഗേഷൻസ് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ UDF ഉപയോഗിച്ചത് എന്താണെന്നറിയാം, കോൺഗ്രസ് ഉപയോഗിച്ചത് എന്താണെന്നറിയാമോ?
കെ ശശിയുടെ പേരാണ്. കാരണം കെ ശശിയും ഈ കാര്യത്തിൽ മോശക്കാരനൊന്നുമല്ല, മിടുക്കനാണ്, ഫീൽഡിൽ ഉള്ള ആളാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് ഇപ്പോൾ കെ ശശിക്ക് അതേ കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന കെ ശശിക്ക് കൊടുക്കുകയാണ്. അന്ന് മാർക്സിസ്റ്റുകാർ CPM ഇതിന് പറഞ്ഞെന്താണെന്നറിയോ? ഇതിന് ഡിഫെൻഡ് ചെയ്യാൻ, കെ ശശിയെ ഡിഫെൻഡ് ചെയ്യാൻ. ആ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തെ പോലെ അതിതീവ്ര പീഡനമല്ല. അപ്പം ഈ പീഡനം 2-3 സൈസുണ്ട്. 3 സൈസാണ്: സാധാരണ പീഡനം, തീവ്ര പീഡനം, അതിതീവ്ര പീഡനം. ഇത് അതിതീവ്ര പീഡനമല്ലെന്നും പറഞ്ഞാണ്. എന്തായാലും ശരി, അങ്ങനെയുള്ള ആളിനെയാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നത്, ഇതായപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതൊരു നല്ല തീരുമാനം ആണ് എന്നും അതിനെ UDFന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്നും ഞാൻ കരുതുന്നില്ല. അത് ആ സീറ്റിന് വേണ്ടി ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവർ വഴിവിട്ട പോക്കാണ് ആ നടത്തിയത്. പിന്നെ വേറൊന്ന് എൽദോസ് കുന്നപ്പള്ളി. എൽദോസ് കുന്നപ്പള്ളി ഇല്ലാതെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണ് അവിടുത്തെ പ്രഖ്യാപനങ്ങൾ. അവിടെങ്ങും ഇംഗ്ലാവും ഗോഗ്വായും ഒക്കെ വിളിച്ചെല്ലാം നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് അവിടെ എല്ലാ വീട് 156 എത്രയോ വീട് കയറി ഇറങ്ങിയെന്നോ, 1500 എത്രയോ വീടിൻ്റെ എണ്ണം പറയുന്നത് കേട്ട്. അത്രയും വീട് കയറി ഇറങ്ങി അങ്ങനെ വോട്ട് പിടിച്ചാണ് ഞാൻ എല്ലാം ജയിക്കാൻ റെഡിയാക്കി വെച്ചേക്കാണ്. ഇയാൾ ജയിച്ചില്ലെങ്കിൽ എന്തുവാ? വളരെ വലിയ അലിഗേഷനായി ഇയാളുടെ പേർക്കുള്ളത്. പോലീസ് ചാർജ് കൊടുത്ത കേസാണ്. അതിന് ട്രയലിലൊക്കെ വരുമ്പോൾ ഇയാൾ MLA ആയപ്പോലും എടുത്തിട്ട് അലക്കും. അതുകൊണ്ടായിരിക്കാം അവർ ഇയാൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കൊടുക്കുന്നില്ലെങ്കിൽ അയാൾ അങ്ങ് ഇങ്ങനെ മത്സരിക്കുന്നവരെ മത്സരിച്ചോട്ടെന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞ കെ സുധാകരനൊക്കെ യഥാർത്ഥത്തിൽ വലിയ നേതാവുണ്ട്. ആ കെ സുധാകരനൊക്കെ ഈ രീതിയിലൊരു പ്രിക്കേറിയസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ലിസ്റ്റ് താമസിക്കുകയാണ്. ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ UDFന്, ഉണ്ടായിരുന്നെന്നേ ഞാൻ പറയുന്നുള്ളൂ, ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ നേതാക്കളും ഇവരെല്ലാം കൂടി ഇല്ലാതാക്കി. ഒരുമാതിരി അയയിലിട്ട കൂണമാതിരി ഇത് ഒരു ലിസ്റ്റ് കൊണ്ട് നടക്കുക. ലിസ്റ്റ് നാളെ വരും, മറ്റന്നാൾ വരും, 24 മണിക്കൂറിനകം വരും. അപ്പോൾ 48 കഴിഞ്ഞു, ഇപ്പോൾ 72 മണിക്കൂറും കഴിഞ്ഞു. ഇനി ലിസ്റ്റ് ചിലപ്പം ഇലക്ഷന് മുമ്പ് വരുമായിരിക്കുമല്ലയോ കോൺഗ്രസിന് എന്ന് കണക്കാക്കിയാൽ മതി. UDFൻ്റെ ലിസ്റ്റ് വന്നിട്ടില്ല. വന്നിട്ട് വേണമല്ലോ ഈ സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ. നല്ല പല നേതാക്കളെ ഉണ്ട്. അതേപോലെ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ആ സഹോദരി, അവർക്ക് യഥാർത്ഥത്തിൽ സീറ്റ് നിഷേധിച്ചത് എന്തുകൊണ്ടാണ് ആലോചിക്കണം. അവരെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണ്ടേ? അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചോ? ഒന്നുമില്ലല്ലോ. ഇതിനെയൊക്കെ കറിവേപ്പില പോലെ എടുത്ത് കളയുമ്പോൾ ആലോചിക്കണം. അവരൊക്കെ ആണ് ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഈ പാർട്ടിക്ക് ഒരു പേരുണ്ടാക്കുന്നത്. അതൊക്കെ മറന്നുപോവുകയാണ് ഇവരെല്ലാം. അങ്ങനെ ആകരുത്. പാർട്ടിയാണ് വലുതെന്ന് കരുതുന്ന ആളുകൾ വേണം. എന്തിനിപ്പം ഇപ്പം ഇങ്ങോട്ട് കയറി വന്ന KSUവിലെ എൻ്റെ ഏതാണ്ട് സംസ്ഥാന പ്രസിഡൻറ്റോ അയാളുടെ പേരെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അതിലൊരുത്തങ്ങ് അവന് സീറ്റില്ല, അവൻ്റെ രാജിവെക്കാൻ പോവുക. തീർന്നു. ഇങ്ങനെ ഈ രാജിവെച്ച് പോകുന്നവന്മാരൊക്കെ അങ്ങ് പോട്ടെന്ന് വിചാരിക്കണമെന്നേ. അനങ്ങണ്ട. ഇന്ന് അതിന് ഒരു അന്തസ്സുണ്ട് ആ പറഞ്ഞാൽ. ആ കാര്യത്തിൽ ഞാൻ VD സതീശൻ്റെ ഭാഗത്താണ് ഈ കാര്യത്തിൽ. കാരണം ഒരു നിലപാടെന്ന് പറയുന്ന ഒരെണ്ണം വേണം. ഇല്ലാതെ എന്താ പറയാൻ പറ്റുന്നത്? ഈ ലിസ്റ്റ് എന്ന് വരും എന്ന് ഒരു കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റുന്നതല്ല. 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അത് പെട്ടെന്ന് പാർട്ടിയായിട്ട് മാറിയതാണ്. ആദ്യം ഒരു പ്രസ്ഥാനമായിരുന്നു. നമ്മുടെ സാബു ജേക്കബ് വ്യവസായിയാണ്, അദ്ദേഹം രൂപീകരിച്ചതാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. സാബു ജേക്കബിനെ എനിക്കിഷ്ടമാണ്. കാരണം അത് ഒരുപാട് അദ്ദേഹത്തിന് അങ്ങനെ നിന്ന് പഴിക്കാൻ പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആവശ്യമായിട്ട് വന്നു. പക്ഷേ സാബു ജേക്കബ് ഈ പാർട്ടിയായിട്ട് NDAയിലേക്ക് പോയി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യം അടിയറവ് വെച്ചു എന്നെനിക്കൊരു തോന്നലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം, എന്തോ ആയിക്കോട്ടെ. അതൊന്നും എനിക്ക് സാബു ജേക്കബിൻ്റെ അടുത്ത് യാതൊരു വിരോധമോ കാര്യത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് വലിയ മണ്ടത്തരം പറ്റി. അദ്ദേഹത്തിന് NDAയുടെ ഭാഗമായിട്ട് അനുവദിച്ച് കിട്ടിയേക്കുന്ന 2 സീറ്റുകൾ ഇവിടെ ഉള്ളതിൽ 2 നടിമാരെ കൊണ്ടുവന്നു. കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ പല സീരിയലുകളിലും ഇതിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനേത്രികളാണ് 2. ഒന്ന് ലക്ഷ്മിപ്രിയ, പിന്നെ മറ്റേത് വീണ നായർ. ഇവർ 2 പേരെയും കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തി, റെഡിയാക്കി. എന്നാൽ ഇവർക്ക് വോട്ടുണ്ടോ എന്നും ഇവർക്ക് എന്തെങ്കിലും ജനാധിപത്യ ബോധമുണ്ടോ എന്നും സാബു ജേക്കബ് നോക്കിയിട്ടില്ല.
ഇന്നിപ്പോൾ അവസാനം വന്നപ്പോൾ എന്തോന്നറിയോ, സ്ഥാനാർത്ഥിയാക്കി അങ്ങ് തീരുമാനിച്ചു, പരസ്യമൊക്കെ അങ്ങോട്ട് തുടങ്ങി, പ്രചാരണം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്ക് വോട്ടില്ല, വോട്ടർ പട്ടികയിൽ ഇവരില്ല. ഇത് ചോദിച്ചപ്പോൾ എന്തോന്നറിയാം, അവർക്ക് അറിയില്ല അവരുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ വീണ നായർ എന്ന് പറയുന്ന നടി പറയുന്ന വർത്തമാനം ഞാൻ കേട്ടോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ MLA ആവരേണ്ടവരാണ്. ജയിക്കുക അത് വേറെ കാര്യം, ജയിച്ചാൽ MLA ആവരേണ്ടവരാണ്. MLA ആയാലോ നിയമനിർമ്മാണം നടത്തേണ്ട ആളുകളാണ്. കൊള്ളാം, നല്ല വിവരമാണ് എല്ലാം കൊണ്ടും ഉള്ളത്. പിന്നെ ഇനി അബദ്ധത്തിൽ ഇവർ മന്ത്രിയായാലോ, നമ്മളെ ഭരിക്കേണ്ടവരാണ്. ഇങ്ങനെയുള്ളവരാണല്ലോ നമ്മളെ ഭരിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എന്താണെന്നറിയാം പറയാം, ഞാൻ ഈ ഇപ്പം പറഞ്ഞതാണ്, ഏഷ്യാനെറ്റിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞത്, പത്ര സമ്മേളനം പോലെ മാധ്യമപ്രവർത്തകരോട് ചോദ്യത്തിന് മറുപടി കൊടുക്കുക, ഞാൻ പണ്ടൊക്കെ എങ്ങാണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഏതാണ്ട് ദുബായിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പം വേറെ ദിവസം ആശുപത്രിയിലായിരുന്നു, എനിക്ക് സുഖമില്ലായിരുന്നു, അന്നൊന്നും വോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച്, ഞാൻ മാവേലിക്കര എവിടെ ഒരു സ്ഥലം പറഞ്ഞ് അത് ഞാൻ മറന്നുപോയി, ചെങ്ങന്നൂർ മാവേലിക്കര, അത് തുടങ്ങണ്ട, ഞാൻ വോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വോട്ട് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചേ. വോട്ട് ഈ പട്ടിക പോലും നോക്കത്തില്ല, കാരണം ഇത് ആവശ്യമില്ല. ആ ജനാധിപത്യ ബോധം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്ത് നാണക്കേടാണ് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുന്നത്. ഇതുപോലുള്ള സ്ഥാനാർത്ഥികൾ ഒരുപാട് പേര് മത്സരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെലിബ്രിറ്റികളെന്നുള്ള നിലയ്ക്ക് ഓരോന്നിനെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും. ആ കൊണ്ടുവരുന്നതിന് ഒന്നും അല്പം പോലും ജനാധിപത്യ ബോധം അടുത്തൂടെ പോവാത്തതാണ് നമ്മുടെ ജനാധിപത്യം. അതായത് പുലർന്നു കാണാൻ വേണ്ടി ഇവിടെ മത്സരിപ്പിച്ച് ജയിച്ച് പ്രക്ഷോഭയോടുകൂടി മത്സരിപ്പിച്ച് MLAയും മന്ത്രിമാരും ഒക്കെ ആക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്തുവാണ് വിവരക്കേടല്ലേ. ഇതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ രാഷ്ട്രീയം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജനാധിപത്യ ബോധം എന്താണ് ജനാധിപത്യ ബോധം ഉള്ളത്, ആർക്കാ ഉള്ളത്, ചിന്തിക്കണം.